മാപ്പിളപ്പാട്ടിലെ കേരളീയത എന്ന ലേഖനമാണ് ഇന്നത്തെ ക്ലാസ്സിൽ വിശകലനം ചെയ്യുന്നത്. പാഠഭാഗത്തിലേക്ക് വരുന്നതിന് മുമ്പ് നമുക്ക് കേരള ചരിത്രത്തിൽ അറബികൾക്ക് അതേപോലെ അറബി മലയാളത്തിന് എത്രമാത്രം പ്രാധാന്യമുണ്ടായിരുന്നു എന്നൊന്ന് നോക്കാം. ആദ്യമായി കടൽ വഴി ഇവിടേക്ക് വ്യാപാരത്തിനെത്തിയവർ എന്ന കുത്തക അറബികൾക്കും ഫിനീഷ്യർക്കുമാണ് ലഭിച്ചിരുന്നത്. ഇതിലൂടെ കേരളീയർക്ക് അറബികളുമായിട്ടുള്ള ബന്ധത്തിന്റെ പഴക്കം എത്രയാണെന്ന് നമുക്ക് ചിന്തിക്കാവുന്നതല്ലേ ഉള്ളൂ. 7-ാം നൂറ്റാണ്ടിന്റെ ആരംഭത്തില് പ്രവാചകനായ മുഹമ്മദ് നബി അദ്ദേഹത്തിന്റെ കാലത്ത് തന്നെ ഇസ്ലാം മതം കേരളത്തിൽ എത്തിയിട്ടുണ്ടായിരുന്നല്ലോ. ആ കാലയളവിൽ ഇവിടെ എത്തിയ അറബികൾ മലബാറിലെ സ്ത്രീകളെ വിവാഹം കഴിക്കുകയും ഇവിടെ താമസം ഉറപ്പിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. കച്ചവടം പോലെ തന്നെ അവർ ഇവിടെ കുടുംബ ബന്ധവും കൂട്ടുറപ്പിക്കാൻ ശ്രമിച്ചു. അവിടെയാണ് ഇനി ഭാഷയുടെ പ്രാധാന്യം കടന്നു വരുന്നത്. കച്ചവടം നടത്തണമെങ്കിൽ ആശയവിനിമയം ആവശ്യമാണല്ലോ. അറബി ഭാഷ കേരളീയർക്കും അതേപോലെ മലയാള അറബികൾക്കും അറിയില്ലല്ലോ. അവിടെയാണ് ഇരുവർക്കും 2 ഭാഷകളും പഠിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. അറബ് എന്ന വാക്കിന്റെ അർത്ഥം അക്ഷരശുദ്ധിയോടെ സംസാരിക്കുന്നവർ എന്നാണല്ലോ. വിശുദ്ധ ഗ്രന്ഥമായ ഖുർആനിൽ ആദ്യത്തെ കൽപ്പന തന്നെ വായിക്കുക എന്നാണല്ലോ. അപ്പൊ അവിടെ വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യമാണ്, വായനയുടെ പ്രാധാന്യമാണല്ലോ എടുത്തു കാണിക്കുന്നത്. അതിനാൽ തന്നെ അറബികൾക്ക് എഴുത്തും വായനയും നന്നായിട്ട് അറിയാമായിരുന്നു. അവരിൽ നിന്ന് ഇവിടെയുള്ള മുസ്ലിങ്ങൾ അറബി അക്ഷരമാല പഠിച്ചെടുക്കുകയാണ്. അതിന് പിന്നെ വലിയൊരു ലക്ഷ്യമുണ്ടായിരുന്നു കേട്ടോ. അതായത് മുസ്ലിങ്ങളുടെ വിശുദ്ധ ഗ്രന്ഥമായ ഖുർആൻ പാരായണം ചെയ്യുക എന്നതായിരുന്നു അതിന്റെ ഒരു ഉദ്ദേശം. പിന്നീടാണല്ലോ അത് അറബിയിൽ നിന്ന് മലയാളം ഭാഷയിലേക്കൊക്കെ വിവർത്തനം വരുന്നത്. അങ്ങനെ മലയാളത്തെ അറബി ലിപിയിൽ എഴുതാനും പഠിക്കാനും തുടങ്ങി. ഇങ്ങനെ അറബിയും മലയാളവും ചേർന്ന ഒരു ഭാഷ, അറബി മലയാളം എന്ന ഭാഷ ഉണ്ടാവുകയാണ്. ഈ ഭാഷയെ മാപ്പിള മലയാളം എന്നും അന്ന് വിളിച്ചിരുന്നു കേട്ടോ. ഇതില് ലിപിമാല, ഗ്രന്ഥങ്ങള്, ധാരാളം സാഹിത്യ രചനകൾ ഒക്കെ ഈ അറബി മലയാളത്തിലൂടെ ഉണ്ടായിട്ടുണ്ട്. ഇത് മലബാറിലെ പൊതുഭാഷ എന്ന നിലയിലും വളർന്നു പന്തലിക്കുകയുണ്ടായി. മലയാള ഭാഷ നാം ഉപയോഗിക്കുമ്പോൾ അതിൽ ധാരാളം അറബി പദങ്ങൾ ഇന്നും ഇല്ലേ. ഉദാഹരണമായിട്ട് ഹാജർ, അതേപോലെ മുൻഷി, ലുങ്കി, ജമീന്ദാർ, സാഹിബ്, ഹിമാർ, മൈതാനം, കാഫിർ, ജാമ്യം തുടങ്ങിയിട്ടുള്ള ധാരാളം പദങ്ങൾ അതിന് ഉദാഹരണമായിട്ട് പറയാം. മദ്രസകളിലൊക്കെ പഠിപ്പിക്കുന്ന പാഠപുസ്തകങ്ങൾ ഇന്നും അറബി മലയാള ലിപിയിൽ തന്നെയല്ലേ പഠിപ്പിക്കുന്നത്. അതൊക്കെ ഒരു എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. ഈ ഭാഷയിൽ ഗദ്യവും പദ്യവും ഒക്കെ അന്ന് ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. എങ്കിലും ജനങ്ങൾക്കിടയിൽ കൂടുതൽ പ്രചാരത്തിലും അതേപോലെ പ്രിയപ്പെട്ടതുമായത് പദ്യകൃതികളായിരുന്നെന്ന് പറയാം. അറബി മലയാളത്തിൽ ഇറങ്ങിയ പദ്യകൃതികൾ മാപ്പിളപ്പാട്ടുകൾ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ആദ്യമായി മാപ്പിളപ്പാട്ട് എന്ന പദം പ്രയോഗിച്ചത് വക്കം അബ്ദുൽ ഖാദർ മൗലവി ആയിരുന്നു. അദ്ദേഹത്തിന്റെ അൽ അമീൻ എന്ന പത്രത്തിലെ ഒരു ലേഖനം ഉണ്ടായിരുന്നു. അതിലാണ് ഈ ഒരു മാപ്പിളപ്പാട്ട് എന്ന പദം ആദ്യമായിട്ട് വന്നത്. 1932 കേട്ടോ അൽ അമീൻ പത്രത്തിൽ ആ ലേഖനം ഇറങ്ങിയത്. ആദ്യമൊക്കെ അറബി മലയാളത്തിൽ ഇറങ്ങിയ പാട്ടുകളെ സഫീന പാട്ട് എന്നാണ് വിളിച്ചിരുന്നത്. ഇത് പിന്നീട് സബീന പാട്ടായിട്ട് മാറി. ഈ സഫീന എന്നുള്ള ഉച്ചാരണം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ. മലയാള അക്ഷരമാലയിൽ ഇല്ലാത്ത ഒരു ഉച്ചാരണമാണ് ഫ എന്നുള്ളത് അല്ലെ. എന്നാണല്ലോ ഉച്ചരിക്കാറുള്ളത് നമ്മള്. പക്ഷേ എന്നുള്ള ആ ഒരു പവർഗത്തിലെ 2ാമത്തെ അക്ഷരം ഫായാക്കി ഉച്ചരിക്കുന്നുണ്ട്. അപ്പൊ ഈ അറബി, ഇംഗ്ലീഷ് തുടങ്ങിയുള്ള ഭാഷകളുടെ ആഗമനത്തോടെയാണ് അങ്ങനെ വന്നത്. ഫ എന്നുള്ള ഉച്ചാരണം ഫാത്തിമ, ഫാൻ തുടങ്ങിയിട്ടുള്ള വാക്കുകൾ അതിനുവേണ്ടി അതിനെ സഹായിക്കാനായി എന്ത് ചെയ്തു, മലയാളത്തിലെ ചില അക്ഷരങ്ങളെ, ലിപികളെ ഒക്കെ മാറ്റി ഉച്ചരിക്കുകയാണ് അവിടെ ചെയ്യുന്നത്. പിന്നെ 1932 മാപ്പിളപ്പാട്ട് എന്ന പദം ആദ്യമായിട്ട് അൽ അമീനിൽ വന്നത് എന്ന് നമ്മൾ പറഞ്ഞല്ലോ. അപ്പൊ ഈ മാപ്പിളപ്പാട്ടിൽ തന്നെ ധാരാളം ശാഖകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അത് പടപ്പാട്ടുകള്, കത്തുപാട്ടുകള്, കല്യാണ പാട്ടുകൾ, കെസ് പാട്ടുകൾ, കിസ്സ പാട്ടുകള്, നേർച്ച പാട്ടുകൾ തുടങ്ങി നിരവധി ശാഖകള് മാപ്പിളപ്പാട്ടിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ മുസ്ലിങ്ങൾ നടത്തിയ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലുള്ള പോരാട്ടങ്ങളൊക്കെയാണ് ഈ പടപ്പാട്ടുകളിൽ ഉണ്ടായിരുന്നത്. അതേപോലെ പല പ്രസിദ്ധരായ അവരുടെ വിശ്വാസത്തിൽപ്പെട്ട അതേപോലെ അവർ ബഹുമാനിക്കുന്ന ധാരാളം ആളുകളുണ്ടല്ലോ. അങ്ങനെയുള്ള വ്യക്തികളുടെ ജീവചരിത്രമാണ് കിസ്സ പാട്ടുകളിൽ ഉണ്ടായിരുന്നത്.
അതേപോലെ നേർച്ചപ്പാട്ടുകൾ എന്നത് അവരുടെ കീർത്തനങ്ങളാണെന്ന് പറയാം. കെസ് പാട്ടുകളാണ് ഈ പ്രേമഗാനങ്ങളൊക്കെ വരുന്നത്. കല്യാണ പാട്ടുകളിലാണ് നമുക്കൊക്കെ പരിചയമുള്ള ഒപ്പനപ്പാട്ട്, വട്ടപ്പാട്ട് ഇതൊക്കെ വരുന്നത്. അപ്പോൾ ഇതിൽ തന്നെ വ്യത്യാസമുണ്ട് കേട്ടോ. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും വേറെ വേറെയാണുള്ളത്. വട്ടപ്പാട്ട് എന്നത് പുരുഷന്മാർക്കും, അതേപോലെ തന്നെ ഒപ്പനപ്പാട്ട് സ്ത്രീകൾക്കും. അപ്പൊ മാപ്പിളപ്പാട്ടിലെ മധുര ഗാനാത്മകത ഏവരെയും ആകർഷിക്കുന്ന ഒന്ന് തന്നെയാണ് അല്ലെ. ഇതിന്റെ ഈണത്തിന് വേണ്ടിയുള്ള താളക്രമത്തെയാണല്ലോ ഇശൽ എന്ന് പറയുന്നത്. ഒപ്പനചായൽ, ഒപ്പന മുറുക്കം, വിരുത്തം, കൊമ്പ്, പുകയിനാൽ, കപ്പപ്പാട്ട് തുടങ്ങി ധാരാളം ഇശലുകൾ ഈ മാപ്പിളപ്പാട്ടിലുണ്ട്. അതുപോലെ തന്നെയാണ് കമ്പി, കഴുത്ത്, വാൽക്കമ്പി, വാലുമ്മൽ കമ്പി തുടങ്ങിയിട്ടുള്ള പ്രാസ വ്യവസ്ഥകളും മാപ്പിളപ്പാട്ടിലുള്ളത്. അതായത് ആദ്യാക്ഷര പ്രാസം ഉണ്ടല്ലോ, ആദ്യത്തെ അക്ഷരം ഒരുപോലെ വരുന്ന രീതി, അതിനെയാണല്ലോ ആദ്യാക്ഷര പ്രാസം എന്ന് പറയുക. അപ്പോൾ അതിനെയാണ് മാപ്പിളപ്പാട്ട് കമ്പി എന്ന് പറയുന്നത്. അതുപോലെ ദ്വിതീയാക്ഷര പ്രാസത്തെ കഴുത്ത് എന്നും അന്ത്യാക്ഷര പ്രാസത്തെ വാൽക്കമ്പി എന്നും പറയും. അപ്പൊ ഇതൊക്കെ തന്നെയാണ് മലയാള ഭാഷയുടെ പാരമ്പര്യം, മാപ്പിളപ്പാട്ടിന്റെ പാരമ്പര്യവുമായി ഇഴചേരുന്നു എന്നതിന്റെ ഉദാഹരണമായിട്ട് പറയാവുന്നത്. ഇങ്ങനെ വന്ന മാപ്പിളപ്പാട്ട് ഒരു വിഭാഗത്തിന്റെ മാത്രമായി ഒതുങ്ങിയിരുന്നില്ല എന്നത് പ്രത്യേകമായിട്ട് എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. അതായത് മുഴുവൻ ജനതയുടെയും പ്രിയപ്പെട്ട പാട്ടായി മാപ്പിളപ്പാട്ട് വളർന്നിട്ടുണ്ട്. അപ്പൊ ജീവിതത്തിലെ എല്ലാ വികാരങ്ങളെയും മാപ്പിളപ്പാട്ടിലൂടെ അവതരിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നത് ഇതിന്റെ ഒരു പ്രത്യേകതയാണ്. മഹാകവി മോയിൻകുട്ടി വൈദ്യര്, അതേപോലെ A.V. മുഹമ്മദ്, OM കരുവാരക്കുണ്ട്, VM കുട്ടി, അഫ്സല്, നിലമ്പൂർ ഷാജി, പുലിക്കോട്ടിൽ ഹൈദര്, റംല ബീഗം, രഹന, കണ്ണൂർ സീനത്ത് തുടങ്ങി നിരവധി ഗായകര് മാപ്പിളപ്പാട്ട് എന്ന ഗാനശാഖയെ വളർത്തിയെടുക്കുന്നതിൽ നല്ല പങ്ക് വഹിച്ചിട്ടുണ്ട്. ഇതിലെടുത്തു പറയേണ്ട ഒരു പേര് തന്നെയാണ് പുലിക്കോട്ടിൽ ഹൈദറിൻ്റെത്. മാപ്പിളപ്പാട്ട് രംഗത്ത് ധാരാളം സംഭാവനകൾ നൽകിയ വ്യക്തിയാണ് പുലിക്കോട്ടിൽ ഹൈദർ. അദ്ദേഹത്തെക്കുറിച്ച് ഡോക്ടർ M.N. കാരശ്ശേരി മാഷ് എഴുതിയ ഒരു ലേഖനമാണ് മാപ്പിളപ്പാട്ടിലെ കേരളീയത എന്ന പാഠഭാഗം. അതാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ള പാഠഭാഗം. M.N. കാരശ്ശേരി മാഷെ നമുക്കൊന്ന് പരിചയപ്പെടാം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ മലയാള വിഭാഗം മേധാവിയായിരുന്നു, സാഹിത്യ നിരൂപകനായിരുന്നു, നിരവധി മേഖലകളിൽ പ്രസിദ്ധനാണ് അദ്ദേഹം. മുഹിയുദ്ദീൻ നെടുങ്കണ്ടിയിൽ എന്നാണ് അദ്ദേഹത്തിന് മുഴുവൻ പേര്. ഇനി നമുക്ക് പാഠഭാഗത്തിലേക്ക് വരാം. ഇതിലെ ആദ്യ ഭാഗത്ത് അറബി മലയാളം എന്ന സാഹിത്യ ശാഖയെ നമുക്ക് പരിചയപ്പെടുത്തുകയാണ് കാരശ്ശേരി മാഷ്. കേരളത്തിലെ മുസ്ലിങ്ങൾ 5-6 നൂറ്റാണ്ട് കാലം പരിഷ്കരിച്ച അറബി ലിപിയിലാണ് മലയാളം എഴുതി പോകുന്നത് എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ലക്ഷദ്വീപിലേറെ പ്രചാരത്തിലുള്ള ഒരു പദ്യകൃതിയാണ് മാപ്പിളപ്പാട്ട് എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അടുത്ത ഭാഗത്ത് പറയുന്നത് മാപ്പിളപ്പാട്ട് എങ്ങനെയാണ് കേരളീയമായത് എന്നാണ്. കൂത്ത്, കഥകളി തുടങ്ങിയ ക്ഷേത്ര കലകൾ സമൂഹത്തിന്റെ പൊതു സ്വത്തായതുപോലെ മാപ്പിളപ്പാട്ടും എന്ത് ചെയ്തു, ഇന്ന് കേരളത്തിന്റെ പാരമ്പര്യത്തിന്റെ ഭാഗമായി മാറുകയാണ് ചെയ്തത് എന്ന് പറയുന്നത്. ജനകീയമാക്കി മാറിയത് മറ്റു കലകൾ എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് മാപ്പിളപ്പാട്ട് മാറിയത് എന്നാണ് അവിടെ പറയുന്നത്. ഇന്ന് കേരളത്തിലുള്ള മുഴുവൻ കലകളും എല്ലാവർക്കും സ്വന്തമാണ് എന്നൊരു കാര്യവും അവിടെ സൂചിപ്പിക്കുന്നുണ്ട്. ഇനി വരുന്ന ഭാഗത്തിലാണ് പുലിക്കോട്ടിൽ ഹൈദരെ പരിചയപ്പെടുത്തുന്നത്. ഇതാണ് ഈ ലേഖനത്തിന്റെ പ്രധാന ഭാഗം എന്ന് പറയാം. പുലിക്കോട്ടിൽ ഹൈദരിനെ പരിചയപ്പെടുത്തുക കാരണം അദ്ദേഹം മാപ്പിളപ്പാട്ട് എന്ന് പറയുന്ന ഗാനശാഖയ്ക്ക്, സാഹിത്യശാഖയ്ക്ക് എങ്ങനെയാണ് സംഭാവനകൾ നൽകിയത്, പ്രിയപ്പെട്ടവനാകുന്നത്, എത്രത്തോളം അദ്ദേഹം ആ ഗാനശാഖയിൽ തൻ്റെതായിട്ടുള്ള സംഭാവനകൾ നൽകിയിട്ടുണ്ട് എന്നതുകൊണ്ടാണ് അദ്ദേഹത്തെ അവിടെ ചർച്ച ചെയ്യുന്നത്. മാപ്പിളപ്പാട്ടിന്റെ പ്രമേയം, ഭാഷ, കാഴ്ചപ്പാട് എന്നിവയിൽ പുലിക്കോട്ടിൽ ഹൈദരെ തീർത്തും നാടനായിരുന്നു എന്ന് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതില് ഒറ്റപ്പാട്ടുകൾ കെട്ടുക എന്നതാണ് അദ്ദേഹത്തിന്റെ ഒരു ശീലം. അത്തരത്തിൽ 2000 ഒറ്റപ്പാട്ടുകൾ ഉണ്ട് അദ്ദേഹം എഴുതിയതായിട്ട്. ഈ ഒറ്റപ്പാട്ട് എന്ന് പറഞ്ഞാൽ പൂർണ്ണതയുള്ള ചെറിയ ചെറിയ പാട്ടുകൾ ഉണ്ടാക്കുക, അതിനെയാണ് കേട്ടോ ഈ ഒറ്റപ്പാട്ട് തീർക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ അദ്ദേഹം കേരള ചരിത്രം ഇതിവൃത്തമാക്കിയിട്ട് ലഘുകാവ്യങ്ങൾ രചിച്ചിട്ടുണ്ടായിരുന്നു. കേരള ചരിത്രത്തെ കുറിച്ച് കേരളീയർ ആയ ഒരാൾ മാപ്പിളപ്പാട്ടിൽ എഴുതുക എന്ന് പറയുന്നത് എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്.
ഒരു ദേശത്തോടുള്ള ആ ഒരു കേരളം എന്ന ഒരു ചിന്താഗതിയുടെ അഭിമാന ബോധം എന്നൊക്കെ അവിടെ നമുക്ക് വായിക്കുമ്പോൾ ലഭിക്കുന്നത്. അതേപോലെ വെള്ളപ്പൊക്കമാല എന്ന അദ്ദേഹത്തിന്റെ കൃതി മലബാറിലുണ്ടായ വെള്ളപ്പൊക്കത്തെ കുറിച്ചാണ് പറയുന്നത്. ഇതിൽ അദ്ദേഹം പ്രയോഗിച്ചൊരു വാക്കാണ് എൻ്റെ കേരളം എന്നത്. അവിടെ നമുക്ക് ദേശസ്നേഹിയായ ഒരു എഴുത്തുകാരനെ നമുക്ക് കാണാൻ കഴിയുന്നത്. ആ കാലഘട്ടത്തിൽ പൊതുവെ മാപ്പിളപ്പാട്ടുകളിലെല്ലാം ഇസ്ലാമിക ചരിത്രം, പേർഷ്യൻ കഥകൾ, അറേബ്യൻ ചരിത്രമൊക്കെയാണ് ഉണ്ടായിരുന്നത്, കടന്നു വന്നിരുന്നത്. നിങ്ങൾക്കെല്ലാം പരിചിതനായ മോയിൻകുട്ടി വൈദ്യർ പോലും അത്തരം രീതിയാണ് സ്വീകരിച്ചിരുന്നത്. കാൽപ്പനികതയുടെ അവതരണത്തിലൂടെയാണല്ലോ അദ്ദേഹം മാപ്പിളപ്പാട്ടിനെ അവതരിപ്പിച്ചത്. അപ്പൊ അവിടെയാണ് നമ്മുടെ പുലിക്കോട്ടിൽ ഹൈദർ വ്യത്യസ്തനാകുന്നത് എന്നത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. മാപ്പിളപ്പാട്ടുകളും കത്തുപാട്ടുകളും ധാരാളം എഴുതിയ പ്രശസ്തനായ ഒരു മാപ്പിള സാഹിത്യകാരൻ തന്നെയാണ് പുലിക്കോട്ടിൽ ഹൈദർ എന്ന് പറയാം. ലളിതമായിരുന്നു അദ്ദേഹത്തിന്റെ ഭാഷ. മാപ്പിളപ്പാട്ട് ശാഖയിലെ കുഞ്ചൻ നമ്പ്യാർ എന്നാണ് അദ്ദേഹത്തെ വിശേഷിപ്പിച്ചിരുന്നത്. വണ്ടൂരിലെ തിരുവാലിക്കടുത്ത് പുന്നപ്പാല പുലിക്കോട്ടിൽ പുലത്ത് ഐത്തു അധികാരിയുടെ രണ്ടാമത്തെ മകനായിട്ടാണ് പുലിക്കോട്ടിൽ ഹൈദർ ജനിക്കുന്നത്. 1979 അദ്ദേഹം ജനിക്കുന്നത്. 1975 തന്റെ 96ാമത്തെ വയസ്സിലാണ് നിര്യാതനാകുന്നത്. 1979 മലബാറിലുടനീളം ഉണ്ടായ വെള്ളപ്പൊക്കം ഉണ്ടല്ലോ, അതിനെക്കുറിച്ച് എഴുതിയ വെള്ളപ്പൊക്കമാല എന്ന അദ്ദേഹത്തിന്റെ കൃതി ഉണ്ടല്ലോ, നേരത്തെ പറഞ്ഞ്, അത് എടുത്തു പറയുന്ന കൃതി തന്നെയാണ് കേട്ടോ. അതേപോലെ 1940കളിൽ സമകാലീനരായ കവികളുടെ പേരുകളൊക്കെ കോർത്തിണക്കിക്കൊണ്ട് അദ്ദേഹം ഒരു ഗാനം ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ അതിൽ ഓരോ വരികൾ നമ്മൾ വായിക്കുമ്പോഴും ആ പ്രശസ്ത വ്യക്തികളെ വ്യക്തമാക്കി നമുക്കത് കാണാൻ കഴിയും, മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ അതിലൊക്കെ അത്രയും ആളുകളുടെ പേരുകളും വരുന്നതൊക്കെ നമുക്കൊരു അത്ഭുതത്തോടെയാണ്. അത്രയും ചരിത്ര പഠനം നടത്തിയ ഒരാൾക്ക് മാത്രമല്ലേ അങ്ങനെ ചെയ്യാൻ കഴിയും. അല്ലാത്തൊരാൾക്ക് എങ്ങനെയാണ് അതിന് സാധിക്കുക? അപ്പോൾ അതിൻ്റെ വിദ്യാഭ്യാസം എന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ സൂചിപ്പിക്കാവുന്നതാണ്. അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ എടുത്തു പറയേണ്ട മറ്റൊരു സവിശേഷത എന്നത് അദ്ദേഹം നാടനായിരുന്നു എന്ന് പറഞ്ഞല്ലോ. അതേപോലെ തന്നെയാണ് അദ്ദേഹത്തിന്റെ ഒറ്റപ്പാട്ടുകൾ കെട്ടുന്നത്. അതേപോലെ പ്രയോഗങ്ങൾ നോക്കൂ, നരിനായാട്ട്, കാളകൂട്ട് പാട്ട് തുടങ്ങിയ അനേകം രചനകളിൽ അദ്ദേഹത്തിന് ചുറ്റുപാടാണ്. അദ്ദേഹം ജീവിക്കുന്ന ആ ഒരു സാമൂഹിക പരിസരത്തെ, അവിടെയുള്ള പ്രശ്നങ്ങളെ എങ്ങനെയൊക്കെയാണ് തന്റെ കൃതികളിലേക്ക് കൊണ്ടുവരാൻ കഴിയുക, വിഷയമായിട്ട് അവതരിപ്പിക്കാൻ കഴിയുക, അത് ഇദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകതയായിരുന്നു. അതേപോലെ തന്നെ മോയിൻകുട്ടി വൈദ്യരെ പോലെ തന്നെ അപ്പൊ നേരത്തെ പറഞ്ഞ കാര്യമാണ്, അറേബ്യൻ ചരിത്രവും ഇസ്ലാമിക ചരിത്രവുമാണല്ലോ അവരൊക്കെ എഴുതാൻ ശ്രമിച്ചിരുന്നത്. അതിൽ നിന്ന് വ്യത്യസ്തരായി താൻ ജീവിക്കുന്ന പരിസര പ്രദേശത്തെ കാര്യങ്ങൾ അത് എങ്ങനെയൊക്കെയാണ് തന്റെ കാവ്യത്തിലേക്ക്, മാപ്പിളപ്പാട്ടിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നത്. ഈ ഒരു ശ്രമമാണ് പുലിക്കോട്ടിൽ ഹൈദറിനെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നത്. അപ്പോൾ അറബി മലയാള സാഹിത്യത്തിലെ നാട്ടുമൊഴിക്കാരനാണ് പുലിക്കോട്ടിൽ ഹൈദർ എന്ന് പറയുന്നത്. മോയിൻകുട്ടി വൈദ്യർ അടക്കമുള്ള പ്രശസ്തരായ പലരുടെയും കൃതികളും സങ്കര ഭാഷയിലാണ് ഉണ്ടായിട്ടുള്ളത്. എന്നാൽ അറബി മലയാള സാഹിത്യത്തിലെ നാട്ടുമൊഴി എന്നത് നമുക്ക് പുലിക്കോട്ടിൽ ഹൈദറിന് മാത്രമായി ചാർത്തി കൊടുക്കാൻ കഴിയുന്ന ഒരു വിശേഷണമാണ്. വാക്കുകളെയും പ്രയോഗങ്ങളെയും പറ്റി പറയുമ്പോൾ പുലിക്കോട്ടിൽ കൃതികൾ നാടൻ എന്നല്ല, ഏറനാടൻ എന്നാണ് വിളിക്കേണ്ടത് എന്നാണ് നമ്മുടെ കാരശ്ശേരി മാഷ് പറയുന്നത്. കാരണം അദ്ദേഹം പണ്ടൊരു സ്വദേശിയാണല്ലോ. അപ്പൊ സ്വന്തം നാട്ടിലെ വാമൊഴിയിൽ നിന്ന് വല്ലാത്ത വ്യത്യാസമൊന്നും വരുത്താതെ വാക്കുകളെ സ്വീകരിച്ചുകൊണ്ട് ഒരു മടിയുമില്ലാതെ അതിലുപയോഗിക്കാൻ അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ട്. അതുപോലെ താളം, അവിടെ പഠിക്കുമ്പോൾ താളത്തിന് പ്രാധാന്യം ഉണ്ടല്ലോ. താളത്തിന് വേണ്ടി വാമൊഴി അദ്ദേഹം തെറ്റിട്ടുണ്ട്. യാതൊരു സംസ്കരണവും മാറ്റിയെടുക്കല്, അതിനെ പരിഷ്കരിക്കല് അതൊന്നും ഇല്ലാതെ ആണ് ഉപയോഗിച്ചത്. ഉദാഹരണങ്ങൾ മിക്ക പാട്ടുകൾ എടുത്ത് നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയുമല്ലോ. വിഭക്തി പ്രത്യയങ്ങൾ ഉപയോഗിക്കുമ്പോൾ പോലും അദ്ദേഹം വാമൊഴിക്കാരനാണെന്ന് കാണാം. അതുപോലെ നോക്കിയ ഉദാഹരണങ്ങൾ കൊടുത്തിരിക്കുന്നത് അവിടെ മലമ്മൽ എന്ന് പറഞ്ഞാൽ അവിടുത്തെ വാമൊഴിയാണ്. കണ്ണൂർ പ്രദേശത്തുള്ള ആളുകൾ മലയിൽ എന്ന് പറഞ്ഞാൽ മലമ്മൽ എന്നാണ് പറയുന്നത്. മലയിലേക്ക് പോകുകയാണെന്നുള്ളതിന് പകരം മലമ്മൽ പോയി എന്ന് പറയും. അതേപോലെ തന്നെയാണ് നരിയെ എന്നുള്ളതിന് നരിയാണ് ഞാൻ കണ്ടത് എന്ന് നരീനെ കണ്ടു എന്ന് പറയുന്നത്. അപ്പൊ ഈ രീതിയിലുള്ള ഭാഷയൊക്കെ അദ്ദേഹത്തിന്റെ കൃതികളിൽ നമുക്ക് വ്യക്തമായിട്ടും കാണാം. അതേപോലെ മറ്റൊരു കാര്യം, പുരുഷന്റെ ക്രൂരതയ്ക്കും വഞ്ചനയ്ക്കും പാത്രമാകുന്ന സ്ത്രീത്വം ഹൈദറിന്റെ രചനാ വൈഭവത്തെ നിരന്തരം പ്രചോദിപ്പിക്കുന്ന ഒന്നായിരുന്നു. കാരണം തന്റെ ചുറ്റുവട്ടത്തിൽ നടക്കുന്ന സംഭവങ്ങളാണ് അതിൽ പറയുന്നതെന്ന് പറഞ്ഞല്ലോ. അതുകൊണ്ട് തന്നെ സ്ത്രീ വിഷയം, അവരനുഭവിക്കുന്ന മർദ്ദനം, ചൂഷണം, അവരുടെ വിഷമങ്ങൾ, യാതനകൾ എല്ലാം തന്റെ കൃതികളിലേക്ക് അദ്ദേഹം കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അതിന് ഏറ്റവും നല്ല ഉദാഹരണം തന്നെയാണ് മറിയക്കുട്ടിയുടെ കത്ത് എന്ന് പറയുന്ന മാപ്പിളപ്പാട്ട്.
അതില് ബെല്ലാരി ജയിലിൽ തടവുകാരനായി കിടക്കുന്ന ഭർത്താവ് മറിയക്കുട്ടിയെ സംശയിക്കുകയാണ്. ഈ ഭർത്താവിന്റെ ഉമ്മ കത്തയച്ചതിനെ തുടർന്നാണ് ഇവളെ സംശയിക്കുന്നത്. മറിയക്കുട്ടി അവിടെ വരുന്ന പണിക്കാര് വീട്ടിലേക്ക് രാത്രി ഉറങ്ങാൻ വന്നു എന്നും പണി കഴിയും റോഡ് പണിക്കാർ അവർ തിരിച്ചു പോയി എന്നും, എന്നാൽ അവരുമായിട്ട് ബന്ധം ഉണ്ടാക്കാൻ ശ്രമിച്ചു മറിയക്കുട്ടി എന്ന രീതിയിൽ ഒരു സംശയം ഭർത്താവിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ തൻ്റെ ഭാഗം ന്യായീകരിക്കണം, തൻ്റെ ഭാഗത്തൊരു തെറ്റുമില്ല എന്ന സത്യം അറിയിക്കണം ഭർത്താവിനെ എന്ന രീതിയിൽ എഴുതുന്ന ഭാര്യ ഭർത്താവിന് എഴുതുന്ന ഒരു കത്ത്. ഈ രീതിയിലാണ് മറിയക്കുട്ടിയുടെ കത്ത്. ഇത് ശരിക്കുണ്ടായ ഒരു സംഭവം തന്നെയാണ്. അവിടെ നാട്ടിലുള്ള ഒരു സ്ത്രീ ഇങ്ങനെയുള്ള വിഷമങ്ങളൊക്കെ കവിയുടെ അടുത്ത് വന്ന് പറയുമ്പോൾ അത് കേട്ട ആ ഒരു ചിന്തയാണ് മറിയക്കുട്ടിയുടെ കത്ത് എന്ന കവിതയിലേക്ക് മാപ്പിളപ്പാട്ടിലേക്ക് രചനയിലേക്ക് അദ്ദേഹത്തെ എത്തിച്ചത്. ഇത് 1924 അദ്ദേഹം രചിച്ചിട്ടുള്ളത്. അപ്പോൾ സ്ത്രീകളെ നൊമ്പരം ചിത്രീകരിക്കുന്നതിൽ ഏറ്റവും നല്ലൊരു ഉദാഹരണം തന്നെയാണ് അദ്ദേഹത്തിന്റെ മറിയക്കുട്ടിയുടെ കത്ത് എന്നത് എടുത്തു പറയാവുന്നതാണ്. അതേപോലെ അതിന്റെ ചില വരികളാണ്: എന്നെ നിങ്ങൾ അയ്യ തൊട്ടതില്ല മറ്റൊരാണ്, എമ്പിടുന്നു കൊണ്ടുവെട്ടി തങ്ങളെക്കാലാണ്. അപ്പൊ അവിടെ വിശ്വാസമാണ് അല്ലെ, കൊണ്ടോട്ടി തങ്ങളുടെ കാല് പിടിച്ച്, കൊണ്ടോട്ടി തങ്ങൾ എന്ന് പറഞ്ഞാൽ അവിടെ അത്രയും സത്യം മുറുകെ പിടിക്കുന്ന ആ വിശ്വാസത്തിന്റെ ഭാഗം എന്നാണ് അവിടെ സൂചിപ്പിക്കുന്നത്. അപ്പൊ കൊണ്ടോട്ടി തങ്ങളുടെ കാല് പിടിച്ച് ഞാൻ സത്യം ചെയ്യുകയാണ്, എന്നെ നിങ്ങളല്ലാതെ മറ്റൊരാളും തൊട്ടിട്ടില്ല ഇതുവരെ. അപ്പൊ ഈ രീതിയിലുള്ളൊരു വരികളാണ് അതിലുള്ളത്. അതേപോലെ ബെല്ലാരിക്കുടനെ ഞാൻ വരാൻ ഒട്ടു വഴിയുണ്ടോ, വല്ലികൾക്ക് അവിടേക്ക് വരാൻ പാടുണ്ടോ. വല്ലികൾ എന്നുള്ള സ്ത്രീകൾ എന്നാണ് അർത്ഥം. ബെല്ലാരി ജയിലിലേക്ക് സ്ത്രീകൾക്ക് വരാൻ പാടില്ല. അന്ന് സ്ത്രീകൾക്ക് പുറത്തിറങ്ങുക അല്ലെങ്കിൽ സ്വാതന്ത്ര്യം ഇല്ലാത്തൊരു കാലഘട്ടമാണ്. എന്നിട്ടും അവൾ ചോദിക്കുകയാണ്, ഞാൻ വരാൻ വേണമെങ്കിൽ നേരിട്ട് നിങ്ങളോട് കാര്യങ്ങളെല്ലാം പറയാനായിട്ട്, അവിടേക്ക് സ്ത്രീകൾക്ക് വരാൻ പാടുണ്ടോ. അപ്പം ആ രീതിയിലൊരു എന്താ പറയുക, ആ രീതിയിൽ ചിന്താഗതിയാണ്. അപ്പോൾ സ്ത്രീക്ക് എന്തുകൊണ്ട് അവിടേക്ക് വന്നുകൂടാ, തൻ്റെ ഭാഗം എന്തുകൊണ്ട് ന്യായീകരിക്കാൻ ശ്രമിച്ചുകൂടാ, അങ്ങനെയുള്ള ഒരു ചിന്താഗതി കൂടി ഇതിലേക്ക് കൊണ്ടുവരുന്നുണ്ട് എന്നതും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അപ്പോൾ അതേപോലെ തന്നെ അവർ നോക്കും അടുത്തത്, ആ നാട്ടുപുറത്തുകാരുടെ നിഷ്കളങ്കമായ ഒരു ചോദ്യം ഏത് ഹൃദയത്തിലും ചെന്ന് തൊട്ടു എന്ന് പറഞ്ഞാൽ, ഉണ്ടതെങ്കിൽ വന്നു കാണുവാൻ മോഹം പൊന്നെ, ഒറ്റ നോക്ക് കണ്ടു വലിച്ചോട്ടെ അന്ന് തന്നെ. എന്നാൽ നിങ്ങളിന്ന് കണ്ടാൽ മതി, എനിക്ക് ഭർത്താവിനോട് ആവശ്യപ്പെടുകയാണ്, നിങ്ങളെ കണ്ടിട്ട് അപ്പോൾ തന്നെ നിങ്ങൾ മരിച്ചു പോയിക്കോട്ടെ. അപ്പോൾ ഒരു നിഷ്കളങ്കതയാണ് അവിടെ നമ്മൾ കാണുന്നത്, ഇത്രയും സത്യസന്ധമായ പ്രയോഗം. അപ്പോൾ അങ്ങനെയുള്ള ഈ ഒരു മറിയക്കുട്ടിയുടെ ആ ഒരു കാവ്യം വായിക്കുമ്പോൾ എല്ലാവരുടെ മനസ്സും സങ്കടം ആ ഒരു ഫീലിംഗ് നമുക്ക് കിട്ടും എന്നാണ് അവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ അതേപോലെ സ്ത്രീകളുടെ സൗന്ദര്യത്തെ വർണ്ണിക്കുക, അതേപോലെ ചാബല്യത്തെ കളിയാക്കുക, ഇങ്ങനെയൊരു പാട്ടുകാരൻ സ്ത്രീപക്ഷപാതിയായി നിന്നുകൊണ്ട് അനവധി രചനകൾ നടത്തിയിട്ടുണ്ട് എന്നതും എം എം കാരശ്ശേരി മാഷ് കണ്ടെത്തിയിട്ടുണ്ട്. സ്വന്തം കവനശേഷി സാമൂഹിക പരിഷ്കരണത്തിന് ബോധപൂർവം ഉപയോഗിച്ച വ്യക്തിയായിരുന്നു പുലിക്കോട്ടിൽ ഹൈദർ. ജീവിത പുരോഗതിക്ക് തടസ്സമെന്ന് തോന്നിയ എല്ലാ ആചാര വിശേഷങ്ങളെയും ഈ രചനകൾ പുച്ഛിക്കുന്നുണ്ട്. അപ്പൊ പുലിക്കോട്ടിൽ ഹൈദരുടെ രചനകളുടെ മറ്റൊരു പ്രത്യേകതയാണത്. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ദുരാചാരമാല, കലിയുഗം, കാതുകുത്തുമാല, സ്ത്രീമർദ്ദിതമാല, മാരന്മാരുടെ തകരാറ് തുടങ്ങിയിട്ടുള്ള പ്രസിദ്ധമായ ഗാനങ്ങളും അതിന് ഉദാഹരണമായിട്ട് പറയാവുന്നതാണ്. മാപ്പിളപ്പാട്ടിലെ കത്തുപാട്ടുകൾ എന്ന വിഭാഗത്തിലാണല്ലോ ഈ എഴുത്തുകാരന്റെ സംഭാവനകൾ കൂടുതലായിട്ട് വരുന്നത്. എങ്കിലും പാട്ട് എന്ന രീതിയിൽ രചിക്കപ്പെട്ട കത്തുകളാണ് അവയൊക്കെയും. അത് കത്തായിട്ട് വായിക്കാനും നമുക്ക് കഴിയണം, അതേപോലെ പാട്ടായി പാടാനും പറ്റണം. അതാണ് അതിന്റെ പ്രത്യേകത. ഇതില് മാപ്പിളപ്പാട്ട് രചയിതാക്കൾക്കിടയിൽ കത്തുപാട്ടുകൾ വലിയ കാവ്യശാഖയായി പണ്ട് മുതലേ പടർന്നു പിടിച്ചിരുന്നു. ഈ ശാഖ ഇന്നും സജീവമായി നിലനിൽക്കുന്നുണ്ട്. ഗൾഫ് പ്രവാസത്തിന്റെ ഏറ്റവും നല്ല രേഖയായ ദുബായ് കത്തുപാട്ട്, അത് ദുബായ് കത്തുപാട്ട് രചിച്ചത് എസ്.എ. ജമീലാണ്. ഇത് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു ഉദാഹരണമായിട്ടാണ് കൊടുത്തതാണ്. അതേപോലെ വാമൊഴിയോട് പുലർത്തുന്ന ഉറ്റബന്ധം കൊണ്ടും അന്ധവിശ്വാസങ്ങളോട് കാണിക്കുന്ന അസഹിഷ്ണുത കൊണ്ടും ഹൈദറിന്റെ കത്തുപാട്ടുകൾ വേറിട്ട് തന്നെ നിൽക്കുന്നുണ്ട് എന്നതും കാരശ്ശേരി മാഷിന്റെ മറ്റൊരു കണ്ടെത്തലാണ്. അതേപോലെ നോക്കൂ, രാഷ്ട്രീയ നിലപാടുകളുടെ പേരിൽ ആദ്യകാലത്ത് വിമർശിക്കപ്പെട്ട ഈ കവി പിന്നീട് സ്വാതന്ത്ര്യ സമര സേനാനി മുഹമ്മദ് അബ്ദുറഹ്മാന്റെ അനുയായിയായി തീരുന്നുണ്ട്. അത് അദ്ദേഹം കണ്ടെത്തിയതാണ്. ആ നേതാവിന്റെ ചരമത്തിൽ വ്യസനിച്ചുകൊണ്ട് എഴുതിയ പാട്ടും ശ്രദ്ധേയമാണ്. നോക്കൂ, നിമിഷ കവനശേഷി കൊണ്ട്, നിമിഷ കവനശേഷി എന്ന് പറഞ്ഞാൽ എന്താ, നൊടിയിടയിൽ പാട്ടുകൾ കെട്ടിയുണ്ടാക്കുക എന്നത്. അങ്ങനെ അനുഗ്രഹീതനായ പുലിക്കോട്ടിൽ ഹൈദർ സ്വന്തം രചനാ രീതി ഓർത്തിട്ടാകണം ഒരിക്കലും അദ്ദേഹം പാടി ഞാൻ മുളക്കമാലെ ഒരു പാട്ട് കന്നാന
കണ്ടില്ലേ എന്ന്. അപ്പൊ ആ ഒരു മനസ്സിലെ ആ ഒരു മുളക്കം ഉണ്ടല്ലോ, ഈണം, അതൊക്കെ അന്നേ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ മനസ്സിൽ. അപ്പൊ കാണുന്നതും കേൾക്കുന്നതും എല്ലാം ഈ ഈണത്തിൽ പാട്ടായി വാർന്നു വീഴുകയായിരുന്നു. എല്ലാ കലകളും വേണ്ടത്ര സ്വയം തിരിച്ചറിയാതെ തന്നാലെ പുറപ്പെട്ടു വരുന്നതാണല്ലോ. അതേപോലെ തന്നെ തന്നാലെ എൻ്റെ ഉള്ളിൽ നിന്ന് എങ്ങനെയോ അത് പുറത്തേക്ക് നിർഗളിക്കുകയാണ് എന്ന രീതിയിലാണ് അദ്ദേഹം ആ കാലഘട്ടത്തിൽ തന്നെ ഇങ്ങനെയുള്ള തന്റെ കഴിവിനെ പ്രകടിപ്പിക്കാൻ ശ്രമിച്ചിരുന്നത്. കവിയുടെ ജന്മശതാബ്ദി വിപുലമായി കൊണ്ടാടിയ സന്ദർഭത്തിൽ തെരഞ്ഞെടുത്ത രചനകളുടെ സമാഹാരം പുലിക്കോട്ടിൽ കൃതികൾ 1979 ആദ്യം പറഞ്ഞ കാര്യമാണിത്. അപ്പോൾ പ്രസിദ്ധീകരിക്കുകയാണ് നമ്മുടെ എം കാരശ്ശേരി മാഷ് ചെയ്തത്. അപ്പോൾ ഇദ്ദേഹത്തിന് പ്രസിദ്ധീകരിക്കാതെപ്പെടാതെ പോയ ഒരുപാട് കൃതികളുണ്ട്. അപ്പോൾ അതൊക്കെയും അദ്ദേഹത്തിന്റെ പ്രാധാന്യം നമ്മളിലേക്ക് എത്തിക്കുക, ജനങ്ങൾ അറിയണം ഇങ്ങനെയൊരു മഹത് വ്യക്തിത്വം ഇവിടെ ഉണ്ടായിരുന്നു. ഈ രീതിയിലുള്ളൊരു പ്രാധാന്യത്തോടു കൂടിയുള്ള ഒരു പഠനവും നിരീക്ഷണവും ഗവേഷണവുമാണ് എം കാരശ്ശേരി മാഷെ ഈ ഒരു പുസ്തകത്തിലെ പുലിക്കോട്ടിൽ കൃതികൾ എന്ന രചന ഇറക്കാനായി പ്രേരിപ്പിക്കുന്നത്. അപ്പോൾ ഇത് 20-ാം നൂറ്റാണ്ടിലെ മലബാറിന്റെ രാഷ്ട്രീയവും സാമ്പത്തികവും ഗാർഹികവുമായ അനേകം മുദ്രകൾ, അടയാളപ്പെടുത്തലുകൾ മാപ്പിളപ്പാട്ടിൽ ഉണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ അടയാളപ്പെടുത്തിയ ഒരു ചരിത്രകാരനാണ് പുലിക്കോട്ടിൽ ഹൈദര്. പ്രകൃതിയും സ്ത്രീയും നേരിട്ട സങ്കടങ്ങളെ പറ്റിയുള്ള ആ കഥകള് അനീതികൾക്കെതിരായ പോരാട്ടത്തിൽ ഇന്നും ഊർജം പകരാൻ തയ്യാറുള്ളവയാണ്, ഊറ്റമുള്ളവയാണ് എന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു ഭാഗം. നിങ്ങൾക്ക് ഇത്രയേ ഉള്ളൂ, നിങ്ങളുടെ പാഠഭാഗത്തിൽ ഇത്രയാണ് തന്നിരിക്കുന്നത്. അപ്പോൾ പുലിക്കോട്ടിൽ കൃതികൾ എന്ന് പറയുന്ന ആ ഒരു പുസ്തകം എം കാരശ്ശേരി മാഷിന്റെ, അത് നിങ്ങളൊന്ന് വായിച്ചിരിക്കേണ്ടതാണ്, അത് വായിക്കണം. ഇനി ഞാനിവിടെ നേരത്തെ പറഞ്ഞല്ലോ നമ്മുടെ മറിയക്കുട്ടിയുടെ കത്തുപാട്ട് എന്നത്. അപ്പൊ ഈ വരികള് ഞാനൊന്ന് നിങ്ങളെ കേൾപ്പിക്കാം. ഇതിന്റെ വരികളുടെ ആ ഒരു മാപ്പിളപ്പാട്ടിന്റെ ഈണത്തില് അതൊന്ന് കേട്ടു നോക്കാം. അപ്പൊ നമുക്ക് മറിയക്കുട്ടിയുടെ കത്തുപാട്ട് എന്ന ആ ഗാനം, മാപ്പിളപ്പാട്ട് ഈണത്തിലൊന്ന് കേട്ടു നോക്കാം. രണ്ടു ദിവസം
അതേപോലെ തന്നെയാണ് അദ്ദേഹത്തിന്റെ ഓരോ വരികളിലും ഓരോ രചനകളിലും വരുന്ന പ്രത്യേകത എന്ന് പറയും. അപ്പൊ ആശയങ്ങളൊക്കെയും വളരെ വ്യക്തമായി ലളിതമായ പദപ്രയോഗങ്ങളിലൂടെ അവതരിപ്പിക്കുക എന്നതാണ് പുലിക്കോട്ടിൽ ഹൈദരിന്റെ രചനാ സവിശേഷത. ഈ ഒരു പഠനം തന്നെയാണ് എം.എൻ. കാരശ്ശേരി മാഷ് നിങ്ങളുടെ ആ ഒരു പാഠഭാഗത്തിൽ തന്നിരിക്കുന്ന ഭാഗം. ഇനി നമുക്കതിലെ പഠന പ്രവർത്തനങ്ങളാണ് ചെയ്യാൻ.